അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വേദഭാഗത്തിലേക്ക് തിരിയാം. 1 ദിനവൃത്താന്തം 11-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യം. 1 ദിനവൃത്താന്തം 11-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യം. അനന്തരം ഇസ്രായേലെല്ലാം ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ഒന്നിച്ചു പോയി പറഞ്ഞത്, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവും മുമ്പേ ശൗൽ രാജാവായിരുന്ന കാലത്തും നീയായിരുന്നു നായകനായ ഇസ്രായേലിനെ നടത്തിയത്. നീ എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുകയും എന്റെ ജനമായ ഇസ്രായേലിനെ പ്രഭുവായിരിക്കുകയും ചെയ്യുന്നത് നിന്റെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തിട്ടുമുണ്ട്. ഇങ്ങനെ ഇസ്രായേൽ മുഖന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിന്റെ അടുക്കൽ വന്നു. ദാവീദ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. ശമൂവേൽ മുഖാന്തരം യഹോവ അരുളി ചെയ്തതുപോലെ അവർ ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. പിന്നെ ദാവീദും എല്ലാ ഇസ്രായേലിനും യെബൂസ് എന്ന യെരൂശലേമിലേക്ക് ചെന്നു. അവിടെ ദേശനിവാസികളായ യെബൂസ്യർ ഉണ്ടായിരുന്നു. യെബൂസ് നിവാസികൾ ദാവീദിനോട്, നീ ഇവിടെ കടക്കയില്ല എന്ന് പറഞ്ഞു. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അതാകുന്നു ദാവീദിന്റെ നഗരം. എന്നാൽ ദാവീദ് ആരെങ്കിലും യെബൂസിനെ ആദ്യം തോൽപ്പിച്ചാൽ അവൻ തലവനും സേനാപതിയും ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സെരൂയയുടെ മകൻ യോവാബ് ആദ്യം കയറിച്ചത് തലവനായി. നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പരിചയമുള്ള വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഇവിടെ ദാവീദിനെ ഇസ്രായേലിലുള്ള എല്ലാ വ്യക്തികളും രാജാവായി അംഗീകരിക്കുന്ന ആ ഒരു സമയത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ ദാവീദ് ഒരു പട്ടണത്തെ പിടിച്ചടക്കുവാനായിട്ട് കടന്നു പോകുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. ആ പട്ടണത്തെ നിവാസികൾ യെബൂസ് നിവാസികൾ എന്നാണ് പറയപ്പെടുന്നത്. അതായത് യെരൂശലേമിന്റെ പഴയ പേരാണ് യെബൂസ് എന്ന് പറയുന്നത്. ആ ദേശത്തിലെ നിവാസികളാണ് യെബൂസ് നിവാസികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദാവീദ് അവിടെ കടക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പല ദുർഘടങ്ങളും നേരിട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ ദുർഘടങ്ങൾ നേരിട്ടപ്പോൾ അവൻ ഒരു പ്രഖ്യാപനം പ്രഖ്യാപിക്കുകയാണ്, ആരെങ്കിലും ഈ ദേശത്തെ ആദ്യം തോൽപ്പിച്ചാൽ അവനെ എന്റെ സേനാധിപൻ ആക്കും. അങ്ങനെ സെരൂയയുടെ മകൻ യോവാബ് ആദ്യം കയറി ചെന്ന് സേനാധിപതി ആയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഈ യോവാബ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് കർത്താവ് ശരണപ്പെടുന്നു. നമുക്കറിയാം യോവാബ് എന്ന് പറയുന്ന വ്യക്തി ആരായിരുന്നു. അത് ദാവീദിന്റെ നെഫ്യൂ ആണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. തന്റെ സഹോദരിയായ സെരൂയ എന്ന് പറയുന്ന ആ സഹോദരിയുടെ മകനായിട്ട് യോവാബിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്റെ ബന്ധുവാണ്, തന്റെ സഹോദരിയുടെ മകനാണ് യോവാബ് എന്ന് നമുക്കറിയാം. എന്നാൽ തന്റെ പിതാവിനെ പറ്റി, ഈ യോവാബിന്റെ പിതാവിനെ പറ്റി ഒരിടത്തും പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അതിന് ചില കാരണങ്ങളായിട്ട് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നേരത്തെ തന്നെ അദ്ദേഹം മരിച്ചു പോയി കാണുവാനാണ് സാധ്യത എന്നാണ് വേദപണ്ഡിതർക്ക് പറയുന്നത്. എന്തായാലും സെരൂയയുടെ മകൻ എന്നിങ്ങനെയാണ് യോവാബിനെ പറ്റി തിരുവഴുത്തിൽ എല്ലാ ഭാഗത്തും പറഞ്ഞിരിക്കുന്നത്. തനിക്ക് തന്റെ പിതാവിനെ പറ്റി അധികം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും യോവാബ് എന്ന പേരിന്റെ അർത്ഥം വളരെ മനോഹരമായിട്ടുള്ളൊരു അർത്ഥമാണ്. അത് മറ്റൊന്നുമല്ല, യഹോവ എന്റെ പിതാവാകുന്നു. യോവാബ് എന്ന പേരിന്റെ അർത്ഥം യഹോവ എന്റെ പിതാവാകുന്നു എന്നുള്ള ആ അർത്ഥത്തിൽ ഇട്ടിരിക്കുന്ന പേരാണ്. അപ്പം ആ ഒരു അടിസ്ഥാനത്തിൽ ഏതൊരു വ്യക്തിക്കും ആശ്വാസം പകരേണ്ടുന്ന ഒരു വ്യക്തിയാണ് യോവാബ് എന്ന വ്യക്തിത്വം. എന്റെ പേരുകൊണ്ട് അവൻ യഹോവയുടെ മകൻ അല്ലെങ്കിൽ യഹോവ എന്റെ പിതാവ് എന്നുള്ള രീതിയിലുള്ള അർത്ഥമുള്ള പേരുള്ള ഒരു വ്യക്തിയാണ് യോവാബ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ സേനാപതി ആകുന്നതായിട്ട് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ തന്റെ യൗവനകാലത്തിൽ താനൊരു ധീരനായിരുന്നിരിക്കണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഈ യെബൂസ് ദേശം അല്ലെങ്കിൽ യെരൂശലേം ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ യെരൂശലേം എന്ന് പറയുന്നത്. ആ യെരൂശലേം ദേശം പിടിച്ചടക്കുവാൻ വേണ്ടി മുമ്പോട്ട് കയറി വന്ന ഒരു തലവനായിട്ട് നമുക്ക് യോവാബിനെ കാണാനായിട്ട് കഴിയും. യോവാബ് ഒരു വളരെ മികച്ച യുദ്ധവീരനാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ തന്റെ ജീവിതം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇതിനകത്ത് കാണുന്ന അനേകം പോരായ്മകളെ വിചിന്തനം ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. അങ്ങനെ യോവാബ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അവൻ വളരെ കാര്യക്ഷമത ഉള്ള ഒരു യോദ്ധാവായിരുന്നു. ഏത് കാര്യവും രാജാവ് ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നടത്തി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് യോവാബ് എന്ന് പറയുന്നത്. നമ്മളിവിടെ കാണുന്നുണ്ട്
അവൻ ആ ദേശം പിടിച്ചടക്കി, സിയോൻ കോട്ട പിടിച്ചടക്കി. അതിനുശേഷം ദാവീദിന്റെ നഗരം എന്ന പട്ടണം യെരൂശലേം ഇന്നുവരെയും അറിഞ്ഞു പോരും. അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലം പിടിച്ചടക്കുവാൻ യോവാബിന് സാധിച്ചു. മാത്രമല്ല, അതിന്റെ 8ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പിന്നെ അവൻ നഗരത്തെ മില്ലോ തുടങ്ങി ചുറ്റും പണിത് ഉറപ്പിച്ചു. നഗരത്തിന്റെ ശേഷമുള്ള ഭാഗം യോവാബ് കേടുതീർത്തു. ദാവീദ് പിടിച്ചടക്കിയ ഈ പട്ടണത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളുടെ കേട് തീർത്ത ഒരു വ്യക്തിയായിട്ട് യോവാബിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ആ പട്ടണം പിടിച്ചടക്കുക മാത്രമല്ല, അതിനകത്തുള്ള മെയിൻ്റനൻസും അങ്ങനെയുള്ള എല്ലാ ശുശ്രൂഷകളും ചെയ്തു പോകുന്ന ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് യോവാബിനെ കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് 2 ശമൂവേൽ 3:22 വരുമ്പോൾ, അപ്പോൾ ദാവീദിന്റെ സേവകനും യോവാബും ഒരു കവർച്ചപ്പടവിനെ വളരെ കൊള്ളയുമായി മടങ്ങി വന്നു. അപ്പോൾ തന്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് അനേകം നന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് തോന്നുന്ന ഒരു വ്യക്തിയാണ് യോവാബ്. കാരണം വളരെയധികം കൊള്ളയുമായിട്ടാണ് താൻ ദാവീദിന്റെ സേവകരോടൊപ്പം മടങ്ങി വരുന്നത്. അപ്പൊ പുറമേ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, യോവാബ് കാര്യക്ഷമത ഉള്ള ഒരു വ്യക്തിയാണ്. വളരെ എഫക്റ്റീവായിട്ട് എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന, രാജാവ് കൽപ്പിക്കുന്നത് അവൻ നേരത്തെ കണ്ടു തന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ യോവാബിന്റെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 ശമൂവേൽ 3-ാം 22 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ദാവീദിന്റെ സേവകരിൽ യോവാബ് ഒരു കവർച്ചപ്പട കഴിഞ്ഞ് വളരെ കൊള്ളയുമായി മടങ്ങി വന്നു. എന്നാൽ ദാവീദ് അബ്നേരിനെ യാത്രയാക്കി അവൻ സമാധാനത്തോടെ പോവുകയും ചെയ്തിരുന്നതിനാൽ അവൻ അന്നേരം ദാവീദിന്റെ അടുക്കലില്ലായിരുന്നു. യോവാബും കൂടെയുള്ള സൈന്യമൊക്കെ വന്നപ്പോൾ നേരിട്ടവനായ അവന് രാജാവിന്റെ അടുക്കൽ വന്നു അവനെ യാത്രയച്ചു. അവൻ സമാധാനത്തോടെ പോയി എന്നിങ്ങനെ യോവാബിന് അറിവുണ്ട്. യോവാബ് രാജാവിന്റെ അടുക്കൽ ചെന്ന് എന്താവുകയും ചെയ്തത്, അബ്നേരിന്റെ അടുക്കൽ വന്നിരുന്നല്ലോ, അവനെ പറഞ്ഞയച്ചതുകൊണ്ട് അവൻ പോയല്ലോ. നേരിട്ടവനായ അബ്നേരിനെ നീ അറിയുകയില്ലേ? നിന്നെ ചതിപ്പാനും നിന്റെ ഗോത്രങ്ങളും ഗ്രഹിപ്പാനും നീ ചെയ്യുന്നതൊക്കെ അറിവാനല്ലോ അവൻ വന്നത് എന്ന് പറഞ്ഞു. യോവാബ് ദാവീദിന്റെ അടുക്കൽ പുറത്തിറങ്ങി അബ്നേരിന് പിന്നാലെ ദൂതന്മാരെ അയച്ച് അവർ അവനെ ശീലാക്കൽ നിന്ന് മടക്കി കൊണ്ടുവന്നു. ദാവീദ് അത് അറിഞ്ഞില്ലതാണ്. അവന് ഹെബ്രോനിലേക്ക് മടങ്ങി വന്നപ്പോൾ യോവാബ് സ്വകാര്യപരമായി അവനെ പടിവാദത്തിൽ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തന്റെ സഹോദരനായ അസാഹേലിന്റെ രക്തപ്രതികാരത്തിനായി അവിടെ വെച്ച് അവനെ വയറ്റത്തിൽ കൂട്ടിക്കൊന്നതാണ്. ദാവീദ് അത് കേട്ടപ്പോൾ നേരിട്ടവനായ അബ്നേരിന്റെ രക്തം സംബന്ധിച്ച് എനിക്ക് എന്റെ രാജ്യത്തിൽ യഹോവയുടെ മുൻപാകെ ഒരിക്കലും കുറ്റമില്ല. അത് യോവാബിന്റെ തലമേൽ അവന്റെ പിതൃഭവനത്തിന്മേലൊക്കെ ഇരിക്കട്ടെ. യോവാബിന്റെ ഗൃഹത്തിൽ സംസ്കാരമോ കുറ്റമൊക്കെയോ വടികുത്തി നടക്കുന്നവരോ വാളുകാൻ കഴിയുന്നവരോ ആഹാരത്തിൽ ഉൾപ്പെടുന്നവരോ കഴിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. പരിചയമുള്ള മറ്റൊരു സന്ദർഭമാണ്. അബ്നേറിനെ യോവാബ് എന്ത് ചെയ്തു എന്നുള്ള കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, അബ്നേർ ശൗൽ രാജാവിന്റെ സേനാധിപതിയായിരുന്നു. ശൗലിന്റെ സേനാധിപതി ആയിരുന്നത് കൊണ്ട് തന്നെ ദാവീദിനെതിരെ ശൗല് പ്ലാൻ ചെയ്ത അനേകം മിലിറ്ററി ഓപ്പറേഷൻസിനകത്തൊക്കെ ഭാഗമാക്കാവേണ്ടുന്ന അവസ്ഥ അബ്നേറിനുണ്ടായി. എന്നാൽ യഥാർത്ഥ രാജാവ് ആരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തങ്ങളിലേക്ക് തിരിഞ്ഞു വരുവാനും യഥാസ്ഥാനപ്പെടുവാനും സമാധാനം ആചരിക്കുവാനും ഉള്ള ആ ഒരു കാര്യം അബ്നേർ ചെയ്ത് തന്റെ ജീവിതത്തിൽ യഥാസ്ഥാനപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ യഥാസ്ഥാനപ്പെട്ട് സമാധാനത്തിൽ ഇരിക്കുന്ന ഈ അബ്നേറിനെ യോവാബ് ചെന്ന് കൊന്നു കളഞ്ഞതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു, വളരെ കാര്യക്ഷമത ഉള്ള ഒരു വ്യക്തിയാണ്. അവൻ പട്ടണം പണിയുന്നുണ്ട്, പട്ടണം പിടിച്ചടക്കുന്നുണ്ട്, ദാവീദിന് ധാരാളം കൊള്ള കൊണ്ടുവരുന്നുണ്ട്, എല്ലാം ശരിയാണ്. എന്നാലും അതിന്റെ സൈഡിൽ കൂടെ വേറെ ചില കാര്യങ്ങളും യോവാബ് ചെയ്യുന്നു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അബ്നേറിനെ കൊന്നുകളഞ്ഞു. അപ്പൊ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, യാതൊരു ആത്മനിയന്ത്രണവും ഇല്ലാത്തൊരു വ്യക്തിയാണ് യോവാബ്. അവൻ കാര്യക്ഷമതയൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ്, എന്നാൽ യാതൊരു ആത്മനിയന്ത്രണവും ഇല്ലാത്തൊരു വ്യക്തി. അവൻ പട്ടണത്തിന്റെ കേടുപാടുകളൊക്കെ തീർക്കുന്നതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. എന്നാൽ സദൃശവാക്യങ്ങളിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു. സദൃശവാക്യം 25-ന്റെ 28-ാമത്തെ വാക്യം.
ആത്മസംയമനം ഇല്ലാത്ത പുരുഷൻ മതിൽ ഇല്ലാതെ ഇണങ്ങി നടക്കുന്ന പട്ടണം പോലെയാണ്. ആത്മസംയമനം ഇല്ലാത്ത പുരുഷൻ മതിൽ ഇല്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാണ്. അവൻ മില്ലോ തുടങ്ങി യെരുശലേമിലെ പല പട്ടണങ്ങൾക്കും കേടുപാട് തീർത്തവനാണ് എന്നുള്ള താൻ സ്വന്തമായിട്ട് ഒരു ആത്മനിയന്ത്രണം ഉള്ള ഒരു വ്യക്തി ആയിരുന്നില്ല എന്നാണ് തിരുവഴുത്ത് പഠിപ്പിക്കുന്നത്. അങ്ങനെ ആത്മനിയന്ത്രണം ഇല്ലാത്ത ഒരു വ്യക്തി എത്ര കാര്യക്ഷമത ഉള്ളവനാണെന്ന് പറഞ്ഞാലും, എന്തൊക്കെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും, ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും, അവൻ ഇടിഞ്ഞു കിടക്കുന്ന മതിലില്ലാത്ത പട്ടണം പോലെയാണെന്നാണ് സദൃശവാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. തുടർന്ന് ഗലാത്യർ 5:25 നാം ഇങ്ങനെ കാണുന്നുണ്ട്: ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. കൂടാതെ യാക്കോബിന്റെ ലേഖനം 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. അബ്നേർ തന്റെ സഹോദരനെ കൊന്നതിന്റെ ദേഷ്യത്തിലാണ് അബ്നേറിനെ യോവാബ് കൊല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ ദൈവത്തിന്റെ കോപം ഇടപെടുന്നതിന് പകരം താൻ തന്റെ കോപം എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ നീതിയെ അവിടെ പ്രവർത്തിപ്പിക്കാൻ ഈ യോവാബ് ഇടം നൽകിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോൾ യാതൊരു ആത്മനിയന്ത്രണവും ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു യോവാബ്. യോവാബിന്റെ മറ്റൊരു സ്വഭാവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവൻ നേതൃത്വത്തിന് കീഴ്പ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു യോവാബ്. 2 ശ്രമങ്ങൾ 18-ാമത്തെ അധ്യായത്തിനെ കടന്നു വരാം. അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 5 മുതൽ 5-ാമത്തെ വാക്യം പഠിക്കാം. 2 ശ്രമങ്ങൾ 18-ന്റെ 5-ാമത്തെ വാക്യം. അബ്ശാലോം കുമാരനോട് എന്നെ ഓർത്ത് കനിവോടെ പെരുമാറുകയും എന്ന് രാജാവ് യോവാബിനോടും അബീശായിയോടും ഇത്ഥായിയോടും കൽപ്പിച്ചു. രാജാവ് അഭിനന്മാരോടൊക്കെയും അബ്ശാലോമിനെ കുറിച്ച് കൽപ്പിക്കുമ്പോൾ ജനമെല്ലാം കേട്ടു. വളരെ വ്യക്തമായിട്ട് രാജാവിന്റെ കൽപ്പന പുറപ്പെടുന്നതായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദാവീദിന്റെ 3 സേനാധിപതികളോടും യോവാബിനോടും അബീശായിയോടും ഇത്ഥായിയോടും വ്യക്തമായിട്ടുള്ള കൽപ്പന ദാവീദ് രാജാവ് കൊടുക്കുകയാണ്. അവനെ കൊന്നുകളയരുത്, അവൻ തന്റെ മകനാണ്, എന്നെ ഓർത്ത് അവനോട് കനിവോടെ പെരുമാറുകയും. ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അബ്ശാലോം എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ജീവിച്ചിരിക്കാൻ അർഹത ഉള്ള ഒരു വ്യക്തി ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവൻ തന്റെ പിതാവിനോട് മറുത്ത് ദേശത്ത് ആകപ്പാട് ദോഷം ചെയ്തവനായിരുന്നല്ലോ. എന്നാലും അഭിഷിക്തൻ എന്നുള്ള നിലയിൽ ദാവീദ് രാജാവ് തന്നെയാണ് രാജാവിന്റെ സ്ഥാനം. രാജാവ് കൽപ്പിക്കുന്ന കൽപ്പനയ്ക്ക് അതിന് കണക്ക് കൊടുക്കേണ്ടത് രാജാവ് തന്നെയാണ്, അല്ലാതെ ജനമാരും കണക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ നേതൃത്വത്തിന് കീഴ്പ്പെടാതെ യോവാബ് ഈ കാര്യങ്ങൾ സ്വന്തം കയ്യിലോട്ട് എടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നേതൃത്വത്തെ മറുത്തുകൊണ്ട് സ്വന്തം കയ്യിലോട്ട് കാര്യങ്ങളെ എടുക്കുന്ന ഒരു വ്യക്തിയാണ് യോവാബ്. നാം പിന്നത്തെ കാണുന്നത് അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ, എന്നാൽ യോവാബ് ഞാൻ ഇങ്ങനെ നിന്നോട് സംസാരിച്ച് നേരം കളഞ്ഞില്ല എന്ന് പറഞ്ഞ് 3 കുന്തം കയ്യിലെടുത്ത് അബ്ശാലോം കരുവേലകത്തിൽ ജീവനോട് തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ അവയെ അവന്റെ നെഞ്ചിനകത്ത് കുത്തി കടത്തി. യോവാബിന്റെ ആയുധവാഹനങ്ങൾ 10 ബാല്യക്കാർ വളഞ്ഞു നിന്ന് അബ്ശാലോമിനെ അടിച്ചുകൊണ്ടു. ഇങ്ങനെ രാജകൽപ്പന എതിർത്തുകൊണ്ട് തൻ്റെതായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് വരുന്നതായിട്ട് യോവാബിനെ കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് ഇടയാകുന്നുണ്ട്. നാം നോക്കുകയാണെങ്കിൽ ആത്മനിയന്ത്രണം ഇല്ല എന്നുള്ളത് മാത്രമല്ല, ആർക്കും തന്നെ യോവാബിനെ നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നുമില്ല. സ്വന്തമായിട്ട് ഒരു ആത്മനിയന്ത്രണം എല്ലാവർക്കും വേണ്ടതാണ്. എന്നാൽ യോവാബിന് അങ്ങനെ ഒരു ആത്മനിയന്ത്രണം ഇല്ല. ഇനി ആത്മനിയന്ത്രണം ഇല്ലാത്തൊരു വ്യക്തിയെ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്ന ജനത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റണം. എന്നാൽ ഇവിടെ അതിനും സാധിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. അനേക കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. കാരണം ദാവീദ് എന്ന് പറയുന്ന ഒരു മഹാരാജാവിന് പോലും യോവാബിനെ ഭയമുള്ളതായിട്ടാണ് നമുക്ക് തിരുവഴുത്തുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 2 ശമൂവേൽ 11-ാം അധ്യായം 14 ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവർക്ക് പരിചയമായിട്ടുള്ള കാര്യമാണ്. രാവിലെ ദാവീദ് യോവാബിന് ഒരു എഴുത്തെഴുതി ഊരിയാവിന്റെ കയ്യിൽ കൊടുത്തയച്ചു. തന്റെ ഈ ഒരു ദുഷ്പ്രവൃത്തി നിമിത്തമാണ് രാജാവായിട്ട് പോലും ഈ യോവാബിനെ പിടിച്ചു നിർത്താനോ കൺട്രോൾ ചെയ്യാനോ ദാവീദിന് കഴിയാതെ വന്നത്. നമ്മുടെ ജീവിതത്തിലെ പാപങ്ങൾ പലപ്പോഴും നമ്മുടെ പല ഡിസിഷൻസിനെ എടുക്കാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുവാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കടന്നു വരും. അതിന് നമുക്ക് ഒരു അതോറിറ്റി ഇല്ലാതായിട്ട് കടന്നു വരുന്നത് നമ്മുടെ പാപജീവിതം തന്നെയാണ്.
അങ്ങനെ യോവാബ് ആത്മനിയന്ത്രണം ഇല്ലാത്തവനായി ഇസ്രായേലിൽ തുടർന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്ക് എന്നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുക. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നതിന് കർത്താവായ ക്രിസ്തുവിനെ സേവിക്കുക. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷം ഇല്ല. ഇവിടെ ദാവീദിന് യോവാബിന്റെ കാര്യത്തിൽ മുഖപക്ഷം കാണിക്കേണ്ടതായിട്ട് വന്നു. കാരണം താൻ എഴുതിയ കത്ത് അത് യോവാബിന്റെ പക്കലുണ്ട്. അഥവാ താൻ യോവാബ് കൊല്ലപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ യോവാബിന് നല്ല ബന്ധം സൈന്യത്തിലൊക്കെ ഉണ്ട്, എല്ലാവരുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് യോവാബ്. ആ കത്ത് പുറത്തു വരും എന്നുള്ളൊരു ഭയം ഒരുപക്ഷെ ദാവീദിന് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് യോവാബിനെ കൺട്രോൾ ചെയ്യാൻ ദാവീദിന് കഴിയാതെ വന്നത്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു കാര്യം ഇല്ല. കാരണം ദൈവത്തിന്റെ പക്കൽ യാതൊരു മുഖപക്ഷവും ഇല്ല. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും എന്ന് തന്നെയാണ് തിരുവഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഫിലിപ്പി ലേഖനം 2-ാമത്തെ അധ്യായം 14 മുതൽ 16 വരുമ്പോൾ, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടത് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യും. ഇവിടെ യോവാബ് പിറുപിറുത്തു കൊണ്ടാണ് രാജകൽപ്പന ലംഘിക്കുന്നത്. എനിക്ക് നിന്നോട് തന്റെ ഒരു കൂട്ടാളിയോട് പറയുകയാണ്, എനിക്ക് നിന്നോട് സംസാരിച്ച് സമയം കളയാനില്ല എന്ന് പറഞ്ഞ് അബ്ശാലോമിനെ കൊന്നുകളയുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സ്വന്തമായിട്ട് അൺകൺട്രോൾഡ് ആയിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുന്ന യോവാബിനെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇത് ചെന്ന് വഷളായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 ശമൂവേൽ 20-ാമത്തെ അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങളായി. 2 ശമൂവേൽ 20-ന്റെ 4 മുതൽ 11 വരെയുള്ള അത്തരം രാജാവ് അമാസയോട് ഈ 3 ദിവസത്തിനകം യഹൂദപുരുഷന്മാരെ വിളിച്ചുകൂട്ടി അവരുമായി ഇവിടെ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ അമാസ യഹൂദപുരുഷന്മാരെ വിളിച്ചുകൂട്ടുവാൻ പോയി. എന്നാൽ കൽപ്പിച്ച അവധിയിൽ അധികം താമസിച്ചു പോയി. എന്നാൽ ദാവീദ് അബീശായിയോട് അബ്ശാലോം ചെയ്തതിനേക്കാളും മിക്രിയുടെ മകനായ ശേബ ഇപ്പോൾ നമുക്ക് അധികം ദോഷം ചെയ്യും. അവർ ഉറപ്പുള്ള വല്ല പട്ടണത്തിൽ കിടന്ന് നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കേണ്ടതില്ല. നീ നിന്റെ യജമാനന്റെയും സേവകരെയും കൂട്ടിക്കൊണ്ട് അവനെ പിന്തുടരുക എന്ന് പറഞ്ഞു. അങ്ങനെ യോവാബിന്റെ ആളുകളും പ്ലേത്തിലും സകല വീരന്മാരും മിക്രിയുടെ മകനായ ശേബയെ പിന്തുടരുവാൻ എരിശലേമിൽ നിന്ന് പുറപ്പെട്ടു. അവർ ഗിബെയോനിലെ വലിയ പാറയുടെ അടുക്കലെത്തിയപ്പോൾ അമാസ അവർക്കെതിരെയാണ്. എന്നാൽ യോവാബ് ധരിക്കുന്ന പടയങ്ങളുടെ ഒരു കക്ഷിയിൽ ഉടയോടുകൂടെ ഒരു വാൾ അരക്കി കിട്ടിയിരുന്നു. നടക്കുമ്പോൾ അത് വീണുപോയി. യോവാബ് അമാസയോട് സഹോദരാസുരൻ തന്നെയോ എന്ന് പറഞ്ഞ അമാസയെ പിൻബലം ചെയ്യുവാൻ വലത് കൈകൊണ്ട് അവന്റെ താടി പിടിച്ചു. എന്നാൽ യോവാബിന്റെ കയ്യിൽ വാളിരിക്കുന്നത് അമാസ ശ്രദ്ധിച്ചില്ല. യോവാബ് അവനെ അതുകൊണ്ട് വയലിൽ കുത്തി ഉടൻ തോന്നി കളഞ്ഞു. രണ്ടാമത് കുത്തേണ്ടി വന്നിട്ടില്ല. മരിച്ചുപോയി. യോവാബും അവന്റെ സഹോദരനായ അബീശായി മിക്രിയുടെ മകനായ ശേബയെ പിന്തുടർന്നു. ഇവിടെ മറ്റൊരു വ്യക്തിയെ യോവാബ് ആക്രമിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് മറ്റാരുമല്ല, അമാസ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അമാസ ആരായിരുന്നു എന്നുള്ളത് 2 ശമൂവേൽ 17-ാം അധ്യായം 25 നമ്മൾ കാണാനായിട്ട് സാധിക്കും. അബ്ശാലോം യോവാബിന് പകരം അമാസയെ സേനാധിപതിയാക്കി. അതായത് ദാവീദ് രാജാവിനെ അബ്ശാലോം എതിർത്ത് അവിടുത്തെ രാജ്യം അടക്കി ഭരിക്കുവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അബ്ശാലോം യോവാബിന് പകരം തന്റെ സേനാധിപതി ആക്കിയ വ്യക്തിയായിരുന്നു അമാസ. എന്നാൽ ദാവീദ് തന്റെ മകനിൽ നിന്ന് തന്റെ രാജ്യം വീണ്ടെടുക്കുമ്പോൾ ദാവീദ് അമാസയോട് അങ്ങനെ ദോഷം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. 2 ശമൂവേൽ 19-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അമാസ അബ്ശാലോമിന്റെ സേനാധിപതിയായ അമാസയോട് ദാവീദ് ഇങ്ങനെയാണ് കൽപ്പിക്കുന്നത്: നീ എന്റെ അസ്ഥിയും മാംസവുമല്ലോ, നീ യോവാബിന് പകരം എപ്പോഴും എന്റെ മുമ്പിൽ സേനാധിപതിയായിരിക്കുന്നില്ലെങ്കിൽ ദൈവം തക്കോളോ അധികവും എന്നോട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അമാസ യോവാബിന് പകരം ദാവീദ് രാജാവിന്റെ സേനാധിപതി ആകുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ യോവാബിനെ സംബന്ധിച്ച് താൻ ആത്മനിയന്ത്രണം ഇല്ലാത്ത വ്യക്തിയായതുകൊണ്ടും തന്നെ ആർക്കും കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടും ദാവീദ് തന്റെ സേനാധിപതി ആയിരിക്കുന്നതിൽ നിന്ന് മാറ്റിക്കളയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന് പകരം കൊണ്ടുവന്ന വ്യക്തിയാണ് അമാസ. എന്നാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ശേബ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇസ്രായേൽ മക്കളെ ദാവീദിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞപ്പോൾ
അവനെ പിന്തുടർന്ന് പിടിക്കണം എന്ന് ദാവീദ് അമാസയോട് കൽപ്പന കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ ആദ്യം വായിച്ച ഭാഗത്ത് അനന്തരം രാജാവ് അമാസയോട് നീ 3 ദിവസത്തിനകം യഹൂദ പുരുഷന്മാരെ പിടിച്ചു കൂട്ടി അവരുമായി ഇവിടെ വരിക എന്ന് പറഞ്ഞു. എന്നാൽ താൻ അമാസ യഹൂദ പുരുഷന്മാരെ വിളിച്ചു കൂട്ടാൻ പോയി അതിനകത്ത് കൽപ്പിച്ച അവധിയിൽ അധികം താമസിച്ചു പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അമാസയെ ദാവീദ് ഒരു കാര്യം ഏൽപ്പിക്കുക, എന്നാൽ അമാസ 3 ദിവസത്തിനകം അത് ചെയ്യുന്നില്ല. നമുക്കറിയാം യോവാബ് എന്തുമാത്രം കാര്യക്ഷമത ഉള്ള വ്യക്തിയാണെന്ന് നമുക്കറിയാം. പറയുന്ന കാര്യം അപ്പം തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ആത്മനിയന്ത്രണം ഇല്ലാത്ത ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു യോവാബ്. എന്നാൽ അമാസയുടെ ഈ ഒരു ചെറിയ ഒരു മിസ്റ്റേക്കിനെ യോവാബ് ഇവിടെ മുതലെടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവൻ അല്പം താമസിച്ചപ്പോൾ യോവാബ് കാര്യങ്ങളെ തന്റെ കയ്യിലേക്ക് ഏറ്റെടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാര്യം രാജ്യത്തിന് അത്യാവശ്യമായിട്ടുള്ളത് കൊണ്ട് ദാവീദിന് മറത്തൊന്നും പറയുവാനും സാധിക്കുന്നില്ലായിരുന്നു. അവിടെ യോവാബ് ചെയ്തത് എന്താണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സഹോദര സുഖം തന്നെയോ എന്ന് പറഞ്ഞ അമാസയെ ചുംബനം ചെയ്യുവാൻ വലത്ത് കൈ കൊണ്ട് അവിടെ കാടിക്ക് പിടിച്ചു. എന്നാൽ തന്റെ കയ്യിൽ വാളിരിക്കുന്നത് അമാസ കണ്ടില്ല, എന്ന് സൂക്ഷിച്ചില്ല. നാം കണ്ടത് എത്ര നിഷ്ഠൂരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് യോവാബ് ആയിത്തീരുന്നത് എന്ന് നമ്മൾ കണ്ടായിരുന്നു. അവിടെ നമ്മൾ ഈ യോവാബ് കൊന്നവരെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകത അവിടെ കാണാനായിട്ട് സാധിക്കും. മലയാളത്തിൽ അത് അത്ര ക്ലിയർ അല്ല. അതിന്റെ 10ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് യോവാബ് അവനെ അതുകൊണ്ട് വയറ്റത്ത് കുത്തി കുടൽ ചോർത്തിക്കളഞ്ഞു. എന്നാൽ ആ വാക്ക് ഇംഗ്ലീഷിൽ വായിക്കാം. 2 ശമൂവേൽ 20-ന്റെ 10ാമത്തെ വാക്യം. And he smote him there under the 5th rib എന്നാ പറഞ്ഞേക്കുന്നത്. 5ാമത്തെ വാരിയലിന് കീഴിൽ കറക്റ്റായിട്ട് കുത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. അബ്നേറിനെ കൊലപ്പെടുത്തിയതും ഇതിന് സമാനമായിട്ടുള്ള രീതിയിലാണ്. 2 ശമൂവേൽ 3-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഞാനത് ഇംഗ്ലീഷിൽ വായിക്കട്ടെ. And when Abner was returned to Hebron, Joab took him aside in the gate to speak with him quietly and smote him there under the 5th rib that he died. മലയാളത്തിൽ വ്യക്തമല്ല, ഇംഗ്ലീഷിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവന്റെ 5ാമത്തെ വാരിയലിന്റെ താഴെ കൃത്യമായി കുത്തി. ആദ്യം അബ്നേറിനെ കറക്റ്റ് കൃത്യമായിട്ട് 5ാമത്തെ വാരിയലിന്റെ താഴെ കുത്തി. അബ്ശാലോമിനെ 3 കുന്തം കൊണ്ട് അവന്റെ നെഞ്ചിൽ കൂട് കുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിഷ്ഠൂരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവം വളരെ വ്യക്തമായിട്ട് അറിഞ്ഞ് അവനെ വിട്ടൊഴിയേണ്ടുന്ന ഒരു ആവശ്യകത എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അമാസയും ഇവിടെ തന്നെ ഇവിടെ കൊലപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. ആ കൊലപ്പെടുത്തുന്ന രീതിയും സെയിമാണ്. അവിടെയും തന്റെ വാര്യലിന്റെ 5ാമത്തെ വാര്യലിന്റെ അടിയിലായിട്ട് കുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ ഭാഗത്ത് ശ്രദ്ധിക്കുമ്പോൾ ഒരു പക്ഷേ താൻ സൂക്ഷിച്ചിരുന്ന വാള് യോവാബിന് പാങ്ങിലിരുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണ് തന്നെ കുത്തത്. എന്നാൽ 2ാമത്തെ കേസിൽ യോവാബ് സൂക്ഷിച്ച വാള് ഊർന്നു പോയതായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് പോലും ആ വാളിന്റെ പൊസിഷൻ മാറിയിട്ട് പോലും കറക്റ്റ് അമാസയുടെ 5ാമത്തെ വാര്യലിനാണ് യോവാബ് കുത്തുന്നത്. അപ്പോൾ എന്തുമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തുമാത്രം അപകടകാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് യോവാബ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ 5ാമത്തെ വാര്യൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും. നമുക്ക് ജീവിതത്തിൽ കാണുന്നത് ദൈവം ഏതൻ തോട്ടത്തിൽ വെച്ച് ഒരു വാര്യലിലൊക്കെ എടുത്തെന്ന് കാണുന്നുണ്ട്. എന്നാൽ എടുത്തു കളഞ്ഞ വാര്യലിനകത്ത് 5ാമത്തെ വാര്യൽ ഇല്ലായിരുന്നു. എന്നാൽ ഇതിനെപ്പറ്റി അന്വേഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് 5ാമത്തെ വാര്യലിന് ബാക്കിയുള്ള വാര്യലിനെക്കാട്ടി അധികം പ്രത്യേകതയുണ്ട്. അത് കൂടുതൽ മൂവ്മെന്റ് ഉള്ളതാണ്. അതൊരു വ്യക്തിയെ ഷോൾഡർ അനക്കാനും അതുപോലെ ശ്വാസോച്ഛ്വാസം ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു വാര്യലിനായിട്ട് അതിരിക്കും. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വാര്യല്ല. അപ്പം ഈ വ്യക്തികളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ച ഒരു സന്ദർഭമാണ് യോവാബിന്റെ അടുത്ത് അവിടെ ചെന്ന് പെട്ടുവെന്നുള്ളത്. യോവാബ് അവരുടെ 5ാമത്തെ വാര്യലിന് കറക്റ്റ് പിയേഴ്സ് ചെയ്ത് അവരെ കൊന്നു കളഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയായിരുന്നു. യോവാബ് വളരെ കാര്യക്ഷമതയുള്ളവനാണ്, വളരെ കിറുകൃത്യത ഉള്ളവനാണ്. എന്നാൽ
യാതൊരു നിയന്ത്രണവും ഇല്ലാതിരുന്ന ഒരു പുരുഷനാണ് യോവാബ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരിക്കലും ഒരു കത്തി കുത്തുകൊണ്ടാനെ ആരും കുറ്റം പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. കത്തി കൊണ്ട് ഒരുവനെ കൊന്നുകളയുന്നതിനെ എല്ലാവരും കുറ്റം പറയുകയും, എന്നാൽ ദൈവവചനം വളരെ വ്യക്തമായിട്ട് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്റെ 10-ാമത്തെ വാക്യം, എന്നാൽ യോവാബിന്റെ കയ്യിൽ വാണിരിക്കുന്നത് അമാസ സൂക്ഷിച്ചില്ല എന്ന് പറയുന്നത്. ഒരു ഇരയെ കുറ്റം പറയുന്ന ഇന്നത്തെ ബൈബിള് യോവാബിനെ കുറ്റം പറയുന്നുണ്ട്. അവൻ തന്നെക്കാൾ സൽഗുണങ്ങളുള്ള പുരുഷന്മാരെ കൊന്നു എന്നുള്ളത് അത് ശരിയാണ്. പക്ഷെ രണ്ടാമത്തെ കുറ്റം, ആദ്യ കുറ്റം പറയുന്നത് അമാസയെ, കാരണം അവൻ യോവാബിനെ സൂക്ഷിച്ചില്ല. വാസ്തവത്തിൽ ഇങ്ങനെ ആത്മനിയന്ത്രണം ഇല്ലാത്തവരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു ആവശ്യം ഏതൊരു വിശ്വാസിയുടെ ജീവിതത്തിലുണ്ട് എന്ന് നമുക്ക് അമാസയുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സൂക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ യോവാബ് കുത്തുന്നത് കറക്റ്റ് 5-ാമത്തെ വാര്യത്തിൽ നോക്കിയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. കൊലോസ്യ ലേഖനം എഫെസ്യ ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കോടെ ഉപദേശത്തിന്റെ ഓരോ കാട്ടിനാൽ അഴഞ്ഞുകയുന്ന ശിശുക്കൾ ആയിരിക്കാതെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അവിടെ മനുഷ്യരുടെ ചതി എന്തെന്നുള്ളത് തിരിച്ചറിയേണ്ടുന്ന ഒരു ആവശ്യകത ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിലുണ്ട്. ആത്മനിയന്ത്രണം ഇല്ലാത്തവൻ മതിൽ ഇല്ലാത്ത പട്ടണം പോലെയാണ് ദൈവത്തിന്റെ തിരുവഴുത്ത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളോട് നമ്മൾ യാതൊരു സമ്പർക്കവും ചെയ്യുവാനായിട്ട് പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത് നമ്മുടെ നാശത്തിന് ഉതകുന്ന കാരണമായി തീരും എന്നുള്ളത് അമാസയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി യോവാബിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് 2 ശമൂവേൽ 18-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. 2 ശമൂവേൽ 18-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഇത് 27 സാധോത്തിന്റെ മഹാനായ അന്യമാസത്തെ ഓട്ടം പോലെ എനിക്ക് തോന്നുന്നു. ഇത് കാലക്കാരൻ പറഞ്ഞു, രാജാവ് അവൻ നല്ല വർത്തമാനം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. 2 ശമൂവേൽ 12-ന്റെ 26. യോബ് അന്യന്റെ പ്രയോഗപ്പെടുന്നത് രാജനഗരപ്പെട്ടു. യോബ് ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെ ഗർഭയോഗപ്പെടുന്നു. ജലനഗരം പിടിച്ചിരിക്കുന്നു. ആകയാൽ ഞാൻ നഗരം പിടിച്ചിട്ട് കീർത്തി എനിക്കാകാതിരിക്കേണ്ടതിന് ഈ ശേഷം ജലത്തെ ഒരുമിച്ച് കൂട്ടി നഗരത്തിന് നേരെ പാളയം ഇറങ്ങി അതിനെ പിടിച്ചുകൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് ജലത്തെ ഒന്നിച്ചു കൂട്ടി ഗർഭയിലേക്ക് ചെന്ന് പടവെട്ടി അതിനെ പിടിച്ചു. അവന്റെ രാജാവിന്റെ കിരീടം അവന്റെ തലയിൽ നിന്ന് എടുത്തു. അത് തൂക്കം ഒരു താരത്തെ പോലെ അതിനുള്ളിൽ രക്തം പതിച്ചിരുന്നു. അവർ അത് ദാവീദിന്റെ തലയിൽ വെച്ചു. അവൻ നഗരത്തിൽ നിന്ന് അനവധി കൊള്ളയും കൊണ്ടുപോന്നു. അവിടുത്തെ ജനത്തെയും അവൻ പുറത്തു കൊണ്ടുവന്നു. അവരെ ഏച്ചു പാട്ടും നെല്ലിട്ടിക്കും കോടാലിക്കുമാക്കി അവരെ കൊണ്ട് ഇട്ടിലെ ചുടയിലും വേദന ചെയ്യിച്ചു. ഇവിടെ യോബാബ് മറ്റൊരു പട്ടണത്തെ പിടിച്ചടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ആ പട്ടണത്തിന്റെ പേര് രബ്ബ എന്നാണ്. അത് അമോന്യരുടെ പട്ടണം ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിന് അനേകം പേരുകളൊക്കെ ഉള്ള പട്ടണമാണ്. റോയൽ സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, ജലനഗരം എന്ന് പറഞ്ഞിട്ടുണ്ട്, ദ സിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പട്ടണത്തെ ഇടിച്ചു കഴിഞ്ഞിട്ട് ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് രാജാവിനോട് യോവാബ് പറയേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ആകയാൽ ഞാൻ നഗരം പിടിച്ചിട്ട് കീർത്തി എനിക്കാകാതിരിക്കേണ്ടതിന് നീ ശേഷം ജനത്തെ ഒരുമിച്ച് കൂട്ടി നഗരത്തിന്റെ നേരെ പാളയം ഇറങ്ങി അതിനെ പിടിച്ചുകൊള്ളണം. രബ്ബ എന്ന് പറയുന്ന പട്ടണത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. 2 ശമൂവേൽ 11-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം വായിക്കാം. യുദ്ധത്തിൽ പുറപ്പെടുന്ന ദാവീദ് യോവാബിനെയും അവനോടുകൂടെ തന്റെ സേവകരെയും എല്ലാ ഇസ്രായേലിനെയും അയച്ചു. അവർ അമ്മോന്യ ദേശത്ത് ശൂന്യമാക്കി രബ്ബ പട്ടണം നിരോധിച്ചു. ദാവീദ് യെരൂശലേമിൽ തന്നെ താമസിച്ചു. ദാവീദ് പാപം ചെയ്യുന്ന ആ അധ്യായത്തിൽ യുദ്ധത്തിന് പോകാതെ ഇരുന്ന സമയത്ത് യോവാബും കൂട്ടരൊക്കെ യുദ്ധത്തിന്
ഈ രബ്ബ പട്ടണമായിരുന്നു, അമ്മോന്യ ദേശത്തെ രബ്ബ പട്ടണം. അതുകൊണ്ട് തന്നെ യോവാബിന് ആ പട്ടണത്തെ പറ്റി നല്ലപോലെ അറിയായിരുന്നു. യോവാബിന് ദാവീദിനെ നന്നായിട്ട് അറിയായിരുന്നു. ആ സമയത്താണ് ഊരിയാവിനെ അതിന്റെ മുൻപന്തിയിൽ നിർത്തി ദാവീദ് കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ദാവീദിന് കടന്നു ചെല്ലുവാൻ അല്പം പ്രയാസമുള്ള ഒരു പട്ടണമായിരിക്കണം രബ്ബ. കാരണം താൻ മാനസാന്തരപ്പെട്ടതിന് ശേഷം എസ്പെഷ്യലി അവിടെ കടന്നു പോകാൻ തനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കണം. കാരണം ഇതിന്റെ മതിലിനരികെ വെച്ചിട്ടാണ് ഊരിയാവിനെ കൊന്നു കളഞ്ഞത്. ഒരു പക്ഷേ ഇതിന്റെ മതിൽ കാണുമ്പോൾ ദാവീദിന് ഊരിയാവിനെ ചിലപ്പോൾ ഓർമ്മ വന്നെന്നൊക്കെ വരാം. അത് മാത്രമല്ല, ദിനവൃത്താന്തങ്ങൾ 1-ാം പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ മല്ലന്മാരുള്ള പട്ടണമായിട്ട്, ശൂരന്മാരും മല്ലന്മാരുമുള്ള അവസാനത്തെ പട്ടണമായിട്ട് രബ്ബയെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഇത്രയധികം കീർത്തിയുള്ള ഒരു പട്ടണത്തെയാണ് യോവാബ് പിടിച്ചടക്കിയത്. മാത്രമല്ല അവിടെ പറയുന്നുണ്ട് ജലനഗരമാണെന്ന് പറയുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പട്ടണവാതിലുകൾ ജലസംഭരണികൾ ഉണ്ടായിരുന്നു. അത് കടന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിക്ക് അതിനകത്തേക്ക് കടന്നിട്ട് ആ രബ്ബ പട്ടണത്തെ പിടിക്കുവാനായിട്ട് കഴിയുകയുള്ളായിരുന്നു. അപ്പോൾ ഇത്രയേറെ മഹത്വം ഏറിയ പട്ടണത്തെ പിടിച്ചു കഴിഞ്ഞപ്പോൾ യോവാബ് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് നമ്മളോട് ശ്രദ്ധിക്കണം. ദാവീദിനോട്, ഞാൻ നഗരം പിടിച്ചിട്ട് കീർത്തി എനിക്ക് ആകാതിരിക്കേണ്ടതിന് നീ വന്നത് എടുത്തുകൊണ്ടാണ്. നേരത്തെ യോവാബ് യെരൂശലേം പിടിച്ചവനാണ് നമ്മൾ കണ്ടത്. അവൻ യെബൂസ് നിവാസികളെ തകർത്ത് കളഞ്ഞുകൊണ്ടാണ് ആ യെരൂശലേം പിടിക്കുവാൻ ദാവീദിന് കഴിഞ്ഞത്. എന്നാൽ ആ പട്ടണം ഇന്നത്തേക്ക് ദാവീദിന്റെ നഗരം എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഇവിടെ രബ്ബ പിടിച്ചു കഴിഞ്ഞപ്പോൾ യോവാബ് ദാവീദിന്റെ അടുത്ത് പറയുക, നീ വന്ന് രബ്ബ പിടിച്ചെടുത്തോ, അല്ലെങ്കിൽ ഞാൻ പിടിച്ചെടുത്തോ കൊണ്ട് അത് പേര് യോവാബിന്റെ നഗരം എന്ന് ഒരു പക്ഷെ ആയേക്കാം. ഇവിടെ നാം കാണുന്നത് ഒരു പ്രത്യേക തരം സ്വഭാവമാണ്. യോവാബിന്റെ ഒരു എളിമയുള്ള ഒരു പൊങ്ങച്ചത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. പൊങ്ങച്ചം പറയുന്നവരുണ്ട്, അത് ഡയറക്റ്റ് പറയുന്നവരുണ്ട്. അവര് ഒരു പക്ഷെ അത്രയും അപകടകരമായിരിക്കത്തില്ല. എന്നാൽ വളരെ എളിമയോട് കൂടി ഒരു പൊങ്ങച്ചമാണ് അല്ലെങ്കിൽ ഒരു അഹങ്കാര വർത്തമാനമാണ് യോവാബോട് പറയുന്നത്. ദാവീദിന്റെ പവർലെസ്നെസ്സിനെ അല്ലെങ്കിൽ രാജാവിന്റെ ഒന്നുമില്ലായ്മയെ കാണിച്ചുകൊണ്ടുള്ള ഒരു വാചകമാണ് യോവാബ് അവിടെ പറയുന്നത്. പട്ടണം ഞാൻ പിടിച്ചു, നീ വേണമെങ്കിൽ വന്നത് എടുത്തോ, ഇല്ലെങ്കിൽ പേര് പട്ടണത്തിന്റെ പേര് എന്റെ പേരിലാകും. അപ്പോ ഇങ്ങനെയുള്ള അനേകം വ്യക്തികൾ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ എളിമയോടെ പൊങ്ങച്ചം പറയുന്ന അനേകം പേർ. അതായത് ദാവീദിന്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ദാവീദ് മനസ്സിലാക്കിക്കോണം, എനിക്ക് പട്ടണം പിടിക്കാൻ കഴിവുണ്ട്, എന്നാലും ഞാൻ എന്റെ നന്മ കൊണ്ട് ആ പട്ടണത്തിന് എന്റെ പേരിടുന്നില്ല, നിന്റെ പേര് നീ ഇട്ടോ, വന്ന് ആ രാജാവിന്റെ തലയിൽ നിന്ന് ആ കീഴമൊക്കെ എടുത്തോ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് യോവാബ് ഇവിടെ ദൂതന്മാരെ അയച്ച് ദാവീദിന്റെ അടുത്ത് എത്തിച്ച് പറയുന്നത്. അപ്പോൾ 4 പേര് കേട്ടോണ്ട് കൂടെയാണ് യോവാബ് ഈ കാര്യം പറയുന്നത്. കാരണം നേരിട്ടല്ല പറയുന്നത്, ദൂതന്മാരെ അയച്ചിട്ടാണ്. അപ്പൊ ആ ഒരു മനോഭാവം വളരെ തെറ്റായിട്ടുള്ളൊരു മനോഭാവമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മള് എളിമയുള്ള അനേകം പൊങ്ങച്ചക്കാരെ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ഓഫീസുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ആയിരിക്കുന്ന സ്ഥാപനങ്ങളിലോ ഒക്കെ കാണുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എസ്പെഷ്യലി കോടതിയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അവസാനത്തെ വർഷങ്ങളിലേക്ക് വരുമ്പോൾ പ്ലേസ്മെന്റ് ഒക്കെ നടക്കുന്ന സമയം, ആ സമയത്ത് സപ്ലി ഒന്നും ഇല്ലാതിരിക്കുന്ന ചില അനേകം പ്ലേസ്മെന്റ് ഡ്രൈവുകളിലൊക്കെ പങ്കെടുക്കുകയും അനേകം കോൾ ലെറ്ററൊക്കെ ലഭിക്കുകയും ചെയ്യും. ചിലപ്പോൾ ആരും ഒന്നും അവരുടെ ചോദിച്ചു നടത്തില്ല, എന്നാലും 2 പേർ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നമ്മുടെ അടുത്തൊക്കെ ചിലപ്പോൾ പറയും, എനിക്ക് 3-4 കോൾ ലെറ്റർ ലഭിച്ചു, പക്ഷെ ഏത് കമ്പനിയിൽ കയറണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് എനിക്കില്ല. വാസ്തവത്തിൽ തന്റെ കഴിവില്ലായ്മ അല്ല ആ വ്യക്തി അവിടെ പറയുന്നത്, തനിക്ക് 3-4 കോൾ ലെറ്റർ കിട്ടിയെന്ന് 4 പേരെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എളിമയുള്ളൊരു പൊങ്ങച്ചം ഉള്ള വ്യക്തിയായിരുന്നു യോവാബ്. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായം 18-ാമത്തെ വാക്യം, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം, താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചേർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ആര് നിങ്ങളെ വിരുദ്ധ തെറ്റിക്കുന്നു. തലയായതിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ചും ദൈവികമായി വളർച്ച പ്രാപിക്കുന്നു. അവിടെ താഴ്മ എന്നൊരു വാക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മലയാളത്തിൽ അതത്ര ക്ലിയർ അല്ല.
യോവാബ് ചെയ്ത ഈ എളിയ ഒരു പൊങ്ങച്ചത്തെ പറ്റി അല്ലെങ്കിൽ എളിയ ആ താഴ്മയെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെയാണ് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്, വോളണ്ടറി ഹ്യൂമിലിറ്റി. ലെറ്റ് നോ മാൻ ബിഗൻ യു ഓഫ് യുവർ റിവാർഡ് ഇൻ എ വോളണ്ടറി ഹ്യൂമിലിറ്റി. അതായത് യാന്ത്രികമായിട്ടുള്ള ഒരു താഴ്മ. വാസ്തവത്തിൽ താഴ്മ ഉണ്ടായതുകൊണ്ടൊന്നല്ല അങ്ങനെ പറയുന്നത്, യാന്ത്രികമായിട്ടുള്ള ഒരു താഴ്മ അവിടെ കാഴ്ചവെക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ തിരുവഴുത്ത് വളരെ വ്യക്തമായിട്ട് ഇങ്ങനെയുള്ളവരെ വിട്ടകലുവാൻ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. കാരണം അവർ നമ്മളുടെ വിരുത് തെറ്റിച്ചു കളയും. അതിന്റെ ആ വാക്യത്തിൽ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. കൊലോസ്യർ അങ്ങനെ 2:18 അവർ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. ഇംഗ്ലീഷിൽ ലെറ്റ് നോ മാൻ ബിഗൈൻ യു ഓഫ് യുവർ റിവാർഡ്, നിങ്ങളുടെ റിവാർഡിനെ അവർ എടുത്തു കളയരുത്. അപ്പോൾ വ്യാജമായിട്ടുള്ള താഴ്മ കാണിക്കുന്നവർ ഏതൊരു വ്യക്തിയുടെയും ഏതൊരു വിശ്വാസിന്റെയും വിരുദ്ധ തെറ്റിച്ച് കളയുവാൻ അല്ലെങ്കിൽ പ്രതിഫലം അപഹരിച്ച് കളയുവാൻ സാധ്യത ഉള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ നമ്മൾ നേരത്തെ വായിച്ച അമാസയുടെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു. ആ അമാസ യോവാബിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ തന്റെ ജീവിതത്തിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ടുന്ന പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇംഗ്ലീഷ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അതിനകത്ത് എല്ലാ ദിവസവും പുതിയ പുതിയ വാക്കുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വോളണ്ടറി ഹ്യൂമിലിറ്റിയെ പറ്റി പുതിയൊരു വാക്ക് 2010 ഒരാൾ കോയിൻ ചെയ്തിട്ടുണ്ട്. അത് ഹംബിൾ ബ്രാഗിംഗ് ആണ്. ഹംബിൾ ബ്രാഗിംഗ് 2 വാക്ക് കൂട്ടിച്ചേർത്തത്. ഹംബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്മയുള്ള, ബ്രാഗിംഗ് എന്ന് പറഞ്ഞാൽ പൊങ്ങച്ച, അതായത് എളിമയുള്ള പൊങ്ങച്ച. അങ്ങനെ ഒരു വാക്ക് പുതിയതായിട്ട് കോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യോവാബിനെ പറ്റി നമുക്ക് ചിന്തിക്കുമ്പോൾ അവൻ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് കർത്താവായ യേശുക്രിസ്തു സഭയുടെ തലയായിട്ടിരിക്കുമ്പോൾ ആ കർത്താവിനെ മാനിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് വേറൊരു കാര്യവും ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിച്ചിട്ടില്ല. മഹത്വം എനിക്കുള്ളത് അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല എന്നാണ് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. യോവാബ് ഒരുപക്ഷെ കാര്യക്ഷമത ഉള്ളവനായിരിക്കും, അനേകം കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നവനായിരിക്കും, വലിയ പട്ടണങ്ങളെ പിടിച്ചവനായിരിക്കാം, പ്രവൃത്തികളൊക്കെ ചെയ്യുന്നവനായിരിക്കാം, ശരി തന്നെ. എന്നാൽ ദൈവത്തെക്കാൾ വലിയവനാരും അല്ലല്ലോ. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം കൊടുക്കുന്നവരായി തന്നെ നമുക്ക് ആയിരിക്കാം. യോവാബിന്റെ മറ്റൊരു സവിശേഷതയെ കൂടെ ചിന്തിച്ച് നമുക്ക് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാം. 2 ശമൂവേൽ 19-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. അഞ്ച് മുതൽ 7 വരെ. രാജാവിന്റെ അടുക്കൽ നിന്ന് പറഞ്ഞത്, ഇന്ന് നിന്റെയും നിന്റെ പുത്രിപുത്രന്മാരുടെയും നിന്റെ ഭാര്യമാരുടെയും പ്രാണങ്ങളുടെയും ജീവനെ രക്ഷിച്ചിരിക്കുന്ന നിന്റെ സഹപുത്രന്മാരെയും നീ രക്ഷിപ്പിച്ചിരിക്കുന്നു. നീ പകർന്നവരെ നീ സ്നേഹിക്കുന്നു, നീ സ്നേഹിക്കുന്നവരെ നിന്നെ സ്നേഹിക്കുന്നവരെ നീ പകർത്തുന്നു. പുത്രന്മാരും പുത്രന്മാരും നിനക്ക് ഏതുമില്ല എന്ന് നീ ഇന്ന് കാണിച്ചിരിക്കുന്നു. അബ്ശാലോം ജീവിച്ചിരിക്കുകയും ഞങ്ങൾ എല്ലാവരും നിന്ന് മരിക്കുകയും ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് നല്ല പ്രസാദഭാവമായിരുന്നു എന്ന് എനിക്കൊന്ന് മനസ്സിലായി. ആകെ എപ്പോഴും എഴുന്നേറ്റ് പുറത്തു വന്ന് നിന്റെ ബുദ്ധിമാർക്ക് സന്തോഷമായി സംസാരിക്കാം. നീ പുറത്തു വരാത്ത പക്ഷം യഹോവയാണ്. ഈ രാത്രി ആരും നിന്നോട് താമസിക്കുകയില്ല. അതിന്റെ ബാല്യം മുതൽ ഇതുവരെ നിനക്ക് വന്നിട്ടുള്ള സകല അർത്ഥത്തെക്കാളും വലിയ അർത്ഥമായി തീരും. അങ്ങനെ രാജാവ് എഴുന്നേറ്റ് അടിവാദത്തിൽ ഇവിടെ ദാവീദ് രാജാവ് അബ്ശാലോമിനെ ചൊല്ലി ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ജനമെല്ലാം ദാവീദിന്റെ ദുഃഖം കണ്ട് ലജ്ജിതരായി തങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയ ആ ഒരു സിറ്റുവേഷനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എൻ്റെ മകനെ അബ്ശാലോമേ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദാവീദിന്റെ അടുക്കൽ കടന്നു വന്ന യോവാബ് പറയുന്ന കാര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് യോവാബിനെ ഒരു വലിയ മാനിപ്പുലേറ്റർ ആയിട്ട് കാണാനായിട്ട് അവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഇന്ന് എന്ന അനേകം പ്രാവശ്യം പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 5-ാമത്തെ വാക്യത്തിൽ ഇന്ന് നിന്റെയും നിന്റെ പുത്രിമാരുടെയും നിന്റെ ഭാര്യമാരുടെയും ഉപ്പാട്ടിന്റെ തീരെ രക്ഷിച്ചിരിക്കുന്ന നിന്റെ സകല പുത്രിമാരെ നീ ഇന്ന് രക്ഷിപ്പിച്ചിരിക്കുന്നു. അതായത് ദാവീദിനെ പ്രഷർ ചെയ്യുക. ഏതൊരു വ്യക്തിയും മാനിപ്പുലേറ്റർ ആണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? യോവാബിനെ നോക്കിയാൽ മതി. ഇന്ന് നമ്മളെ കൊണ്ട് എന്തെങ്കിലും കാര്യം അത്യാവശ്യമായിട്ട് സാവധാനത കൂടാതെ ആരെങ്കിലും ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു മാനിപ്പുലേറ്ററാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് പ്രചോദനം നൽകുന്നതായിരിക്കാം, അല്ലെങ്കിൽ
ആ വ്യക്തിയുടെ സംസാരം നമ്മളെ വശീകരിക്കുന്നതായിരിക്കാം. എന്നാലും സാവധാനത തരാതെ നമ്മളെ വശീകരിച്ച് നടക്കുക, നമ്മളെ പ്രഷറൈസ് ചെയ്ത് ഏതൊരു വ്യക്തിയും ഒരു മാനിപ്പുലേറ്റർ ആയിട്ട് നമുക്ക് തിരുവനന്തപുരം കാണാനായിട്ട് സാധിക്കും. അവിടെ തുടർന്ന് വായിക്കുമ്പോൾ പ്രഭുക്കന്മാരും ഭക്തന്മാരും നിനക്ക് ഏതുമില്ല എന്ന് നീ ഇന്ന് കാണിച്ചിരിക്കുന്നു. തുടർന്ന് അബ്ശാലോം ജീവിച്ചിരിക്കുകയും ഞങ്ങൾ എല്ലാവരും ഇന്ന് മരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിനക്ക് നല്ല പ്രസാദമാകുമായിരുന്നു എന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. ആകയാൽ ഇപ്പോൾ എഴുന്നേറ്റ് പുറത്തു വരിക. അപ്പോൾ ദാവീദിനെ കൊണ്ട് യോവാബ് പുറത്ത് വരിക്കുക. എന്തുമാത്രം മാനിപ്പുലേഷൻ ഉള്ള ഒരു വ്യക്തിയായിരുന്നു യോവാബ്. തന്റെ കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരുപക്ഷെ അബ്ശാലോമിനെ കൊന്നത് താനാണെന്നുള്ള ആ ഒരു കാര്യത്തെ പറ്റി ദാവീദിന് അധികം സമയം ചിന്തിക്കാൻ കൊടുക്കാതെ യാതൊരു സമാധാനമോ സാവധാനതയോ ആ വ്യക്തിക്ക് നൽകാതെ പ്രഷറൈസ് ചെയ്യുന്ന ഒരു യോവാബിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ എന്നിരുന്നാലും യോവാബ് ദാവീദിന്റെ കാലത്തോളം തന്റെ രാജ്യത്തോട് കൂറ് കാണിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദാവീദ് 5 കാര്യം പറഞ്ഞു, യോവാബ് 7 കാര്യം ചെയ്യും എന്നേ ഉള്ളൂ. ആത്മനിയന്ത്രണമില്ലാത്ത അങ്ങനത്തെ ഒരു പുരുഷൻ ആയിരുന്നു യോവാബ്. നമ്മൾ ഇങ്ങനെ കാണുന്നു, അമാസയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു തരുന്നത് സഹോദര സുഖം തന്നെയോ എന്ന് ചോദിച്ചിട്ടാണ് യോവാബ് ആ വ്യക്തിയെ കീഴ്പ്പെടുന്നത്. സദൃശവാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 26-ാമത്തെ അധ്യായം 23-24 വാക്യങ്ങൾ. സദൃശവാക്യം 26-ന്റെ 23-24. സ്നേഹം ജ്വലിക്കുന്ന ആദരവും ദുഷ്ടഹൃദയവും വെള്ളിക്കീടം കുറഞ്ഞ മൺകുടം പോലെയാണ്. പകയ്ക്കുന്നവൻ അതിനെ കൊണ്ട് വേഷം ധരിക്കുന്നു, ഉള്ളിലോ അവൻ ചതിവ് സംഗ്രഹിച്ചു വെക്കുന്നു. അപ്പോൾ സ്നേഹം ജ്വലിക്കുന്ന ആദരം അതിൽ വെള്ളിക്കീടം കുറഞ്ഞ മൺകുടം എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. യോവാബിനെ പോലെ എളിമ കാണിച്ചിട്ടുള്ളൊരു പൊങ്ങച്ചം കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം കർത്താവ് നമ്മളെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, നമ്മുടെ പ്രവൃത്തിയെല്ലാം വ്യക്തമായിട്ട് അറിയുന്നുമുണ്ട്. മാത്രമല്ല യോവാബ് ഇങ്ങനെ സ്നേഹം നടിച്ച് തന്റെ സഹോദരന്മാരെ കീറിക്കളഞ്ഞവരായിട്ട് നമ്മൾ കാണുന്നു. ഇനി യോവാബിനെ പറ്റി മറ്റൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്, താൻ വളരെ തീക്ഷ്ണതയും എരിവും ഉള്ളൊരു വ്യക്തിയായിരുന്നു. എന്നാൽ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ ആ തീക്ഷ്ണതയുടെ മധ്യയെ നിറവേറ്റുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ അത് ഈ ഭാഗങ്ങളെല്ലാം കണ്ടു. താൻ ഇവിടെ സംസാരിക്കുന്നത് തന്നെ പീപ്പിളിന്റെ അവിടുത്തെ ജനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് താൻ സംസാരിക്കുന്നത്. തന്റെ അഭിപ്രായമല്ല പറയുന്നത്, ജനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉള്ള രീതിയിലാണ് താൻ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എഫെസ്യ ലേഖനത്തിൽ വരുമ്പോൾ ഒരു വിശ്വാസി എങ്ങനെ സംസാരിക്കേണ്ടതെന്നുള്ളതിനെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ട്. എഫെസ്യ ലേഖനം 14-15 സ്നേഹത്തിൽ സത്യം സംസാരിച്ച് കൊണ്ടുവേണം സംസാരിക്കാൻ എന്ന് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ സ്നേഹത്തിൽ സത്യം സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല യോവാബ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതായിട്ട് സാധിക്കും. സത്യത്തിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ആൾക്കാർ നമ്മളെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിരുവഴുത്തിലുടനീളം സത്യം സംസാരിച്ചവരെ ആൾക്കാർ വെറുത്ത് പോകുന്നത്. കർത്താവ് തുടങ്ങി നമ്മൾ ആ കാര്യങ്ങൾ കാണുന്നുണ്ട്. പ്രവാചകന്മാരെയും സത്യം സംസാരിച്ച ഏതൊരു പ്രവാചകന്മാരെയും ജനം വെറുത്തതായിട്ട് നമ്മൾ കാണുന്നു. കർത്താവിനെ എസ്പെഷ്യലി പരീശന്മാർ താൻ സത്യം സംസാരിച്ചതുകൊണ്ട്, താൻ ദൈവത്തിൽ നിന്ന് വന്നവനായതുകൊണ്ട് അവനെ വെറുക്കാൻ ഇടയായിത്തീരുന്നത് നമ്മൾ കാണുന്നുണ്ട്. സ്റ്റേഫാനോസും സത്യം സംസാരിച്ചതുകൊണ്ട് അവനെ എല്ലാവരെയും തല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. താൻ സ്റ്റേഫാനോസ് അവരെ ഹൃദയത്തിനും ചെവിക്ക് പരിച്ഛേദന ഇല്ലാത്തവർ എന്നാണ് പരീശന്മാരെ വിളിച്ചത്. താൻ പറഞ്ഞത് സത്യമായിരുന്നു, എന്നാൽ അത് കേൾക്കാൻ ഒരിക്കലും ഒരു സുഖമുള്ള കാര്യമായിരിക്കത്തില്ല. നമുക്ക് ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം. വളരെ നൈസായിട്ട് നല്ലവരും ചമന്ന് സംസാരിക്കുന്നവരെ നമുക്ക് പക്ഷേ ഇഷ്ടമായിരിക്കാം. പക്ഷേ തിരുവഴുത്ത് അങ്ങനല്ല പറയുന്നത്. സത്യം സ്നേഹത്തിൽ സംസാരിക്കുന്നവരെ നമ്മൾ ബഹുമാനിക്കും. ഒരു പക്ഷേ നുണ സ്നേഹത്തിൽ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും ചിലപ്പോൾ സ്വീകരിച്ചു പോകും. യോവാബ് അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. താൻ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്
ദാവീദിനെ വശീകരിച്ചതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ പ്രവാചകന്മാരിലേക്കൊക്കെ നോക്കുമ്പോഴും കർത്താവിലേക്ക് നോക്കുമ്പോഴും അവൻ വളരെ റൂഡായിട്ടൊക്കെ ബിഹേവ് ചെയ്ത അനേക സന്ദർഭങ്ങളുണ്ട്. നമുക്കറിയാം, കർത്താവ് ആലയത്തിൽ വെച്ച് പലരെ വ്യാപാരികളെയും എല്ലാം അടിച്ചിറക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് സ്നേഹമില്ലായ്മ കൊണ്ടല്ല, സ്നേഹം ഉള്ളത് കൊണ്ടാണ് അത് ചെയ്തത്. പക്ഷെ ഒരു പക്ഷേ നൈസായിട്ടുള്ള ഒരു വാക്കുകളൊന്നും ആയിരിക്കത്തില്ല താൻ ഉപയോഗിച്ചത്. അതിനർത്ഥം സ്നേഹമില്ല എന്നല്ല. നമ്മൾ യോഹന്നാൻ ശ്രാവണിലേക്ക് നോക്കുകയാണെങ്കിലും സർപ്പസന്തതികളെ അഡ്രസ് ചെയ്യുന്നുണ്ട്. എന്നാൽ തന്റെ യഥാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഏതൊരു വ്യക്തിയും മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയണം എന്നുള്ളതായിരുന്നു. മാത്രമല്ല, കർത്താവിന്റെ മഹത്വം എല്ലാവരും കാണണം എന്നുള്ളതായിരുന്നു യോഹന്നാൻ സ്നാപകന്റെയും ചിന്ത എന്നുള്ളത്. അപ്പൊ സ്നേഹത്തിൽ സത്യം സംസാരിക്കുന്നവരെ ആരും ഇഷ്ടപ്പെടണം എന്നുള്ളതല്ല. ഒരുപക്ഷെ നുണകൾ സ്നേഹത്തിൽ സംസാരിക്കുന്നവരെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞേക്കാം. എന്നാൽ അങ്ങനെയുള്ളവരെ സ്വീകരിക്കുന്നത് ഒരു വ്യക്തിയുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുവാൻ വരെ ഇടയായേക്കാനുള്ള സാധ്യത ഉള്ളതായിട്ട് നമ്മൾ കാണുന്നു. ഈ യോവാബിന് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. ദാവീദ് മരിച്ചതിന് ശേഷം യോവാബ് ശലോമോന്റെ കൂടെ അല്ല കൂടിയത്. പകരം ദാവീദിന്റെ വേറൊരു മകനായ അദോനിയാവിന്റെ കൂടെയാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. 1 രാജാക്കന്മാർ 1:5 മുതൽ 7-ാമത്തെ വാക്യം, 5 മുതൽ 7 വരെ വാക്യം. അനന്തരം ഹഗീത്തിന്റെ മകനായ അദോനിയാവ് നിഗളിച്ചുകൊണ്ട് ഞാൻ രാജാവാകുമെന്ന് പറഞ്ഞ് രഥങ്ങളെ കുതിരച്ചേവകരെ തനിക്ക് മുമ്പായി ഓടുവാൻ 50 അകമ്പടികളെ സമ്പാദിച്ചു. അവന്റെ അപ്പൻ അവനെ മുഷിപ്പിക്കരുതെന്ന് വെച്ച് തന്റെ ജീവിതകാലത്ത് ഒരിക്കലും നീ ഇങ്ങനെ ചെയ്തത് എന്ത് എന്ന് അവനോട് ചോദിച്ചിരുന്നില്ല. അവൻ ബഹുസുന്ദരനായിരുന്നു. അബ്ശാലോമിന് ശേഷം ആയിരുന്നു അവൻ ജനിച്ചത്. അവൻ സെരൂയയുടെ മകനായ യോവാബിനോടും പുരോഹിതനായ അബ്യാഥാരിനോടും ആലോചിച്ചു വന്നു. ഇവർ അദോനിയാവിന് പിന്തുണയായി. അപ്പോൾ യോവാബിന്റെ ജീവിതത്തിലെ വേറൊരു കാര്യം അവന്റെ കൂട്ടുകെട്ട് ആണ്. തന്റെ കൂട്ടുകെട്ട് ശലോമോന്റെ കൂടെ ആയിരുന്നില്ല. ദൈവം രാജാവാകണമെന്ന് നിയമിച്ച ശലോമോനോട് കൂടെ ആയിരുന്നില്ല. ദാവീദിന്റെ ആഗ്രഹം ശലോമോൻ തന്നെ രാജാവാകണമെന്നായിരുന്നു. എന്നാൽ അവനോട് മറുത്തു നിൽക്കുന്ന അദോനിയാവിനോടൊപ്പം അവന് പിന്തുണയായിട്ട് ഇത് സെരൂയയുടെ മകനായ യോവാബ് ആയിത്തീരുന്നതായിട്ട്. അതുകൊണ്ട് തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ അദോനിയാവ് എന്ന് പറയുന്ന ആ സുഹൃത്തിന്റെ മോശമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് യോവാബിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നതായിട്ട് സാധിക്കും. ഒരുപക്ഷെ തിരിച്ചു പറയാനായിട്ട് സാധിക്കും. യോവാബിന്റെ മോശമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് അദോനിയാവിലും ഉണ്ടാകുന്നുണ്ട്. 1 രാജാക്കന്മാർ 1-ാം അധ്യായം 50 മുതൽ 53 വരെ വാക്യം. 1 രാജാക്കന്മാർ 1:50 മുതൽ 53 വരെ വാക്യം. അദോനിയാവ് ശലോമോനെ പേടിച്ച് ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു. അദോനിയാവ് ശലോമോൻ രാജാവിനെ പേടിക്കുന്നു. ശലോമോൻ രാജാവ് അടിയനെ വാൾകൊണ്ട് കൊല്ലുകയില്ലായിരുന്നു, ഇന്ന് എന്നോട് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അവൻ യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചിരിക്കുന്നു എന്ന് ശലോമോൻ വർത്തമാനം കേട്ടു. അവൻ യോഗ്യനായിരുന്നാൽ അവന്റെ തലയിലെ ഒരു രോഗവും നിലത്ത് വീഴുന്നില്ല. അവനെ കുറ്റം കണ്ടാലോ അവൻ മരിക്കണം എന്ന് ശലോമോൻ കൽപ്പിച്ചു. അങ്ങനെ ശലോമോൻ രാജാവ് ആളയച്ചു. അവർ അവനെ യാഗപീഠത്തിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നു. അവൻ വന്ന് ശലോമോൻ രാജാവിനെ നമസ്കരിച്ചു. ശലോമോൻ അവനോട് നിന്റെ വീട്ടിൽ ഉൾക്കൊള്ളാൻ കൽപ്പിച്ചു. ഇവിടെ അദോനിയാവ് താൻ ചെയ്ത കുറ്റപ്രവൃത്തി നിമിത്തം പിടിക്കപ്പെടുമ്പോൾ അവിടെ ഒരു അടവ് പ്രയോഗിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പോയി പിടിക്കുന്നു എന്ന കാര്യമാണ്. ഒരുപക്ഷെ ആ യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചത് കൊണ്ട് അദോനിയാവ് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ടില്ല. എന്നാൽ താൻ പിടിക്കപ്പെടും എന്നായപ്പോൾ യോവാബ് ഇതേ കാര്യം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് കഴിയും. 1 രാജാക്കന്മാർ 2:28 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഈ വർത്തമാനം യോവാബിന് എത്തിയപ്പോൾ യോവാബ് അബ്ശാലോമിന്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും അദോനിയാവിന്റെ പക്ഷം ചേർന്നിരുന്നു. അവൻ യഹോവയുടെ കൂടാരത്തിലേക്ക് ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു. അങ്ങനെ അദോനിയാവ് പ്രയോഗിച്ച ആ ഒരു അടവ്, ആ കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് മുഖാന്തരം യോവാബ് അങ്ങനത്തെ ഒരു അടവിലൂടെ പ്രയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ താൻ വ്യക്തമായിട്ട് ആ കൊമ്പുകളെ പിടിക്കുകയാണ് ചെയ്തത്. കാരണം താഴോട്ട് വായിക്കുമ്പോൾ ബെനായാവ് തന്നെ കൊന്നു കളയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കാര്യക്ഷമതയുള്ള ഒരു വ്യക്തി, ഇത്രയധികം തീക്ഷ്ണതയോടെ ദാവീദിനെ സേവിച്ച മറ്റൊരു വ്യക്തി ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയം. ഇത്രയധികം
കഴിവും യുദ്ധവീര്യവും കണ്ണിങ്ങും ഇത്ര മഹത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു യോവാബ്. എന്നാൽ യാതൊരു ആത്മനിയന്ത്രണവും തനിക്കില്ലായിരുന്നു, യാതൊരു ഹോണസ്റ്റിയും തനിക്കില്ലായിരുന്നു. എല്ലാം തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം താൻ ചെയ്യുന്നവരായിരുന്നു. മാത്രമല്ല എളിമയുടെ ആ ഒരു മൂടുപടം വിട്ടുകൊണ്ട് തന്റെ അഹങ്കാരം ദാവീദിനടുത്ത് കാണിച്ച ഒരു വ്യക്തിയായിരുന്നു യോവാബ്. ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ആ കാര്യം കൂടെ നമുക്ക് നോക്കിയിട്ട് അവസാനിപ്പിക്കാം. നമ്മൾ ദാവീദിന്റെ വീരപുരുഷന്മാരെ പറ്റി നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. ആ വീരന്മാരായിട്ടുള്ള വ്യക്തികളുടെ ലിസ്റ്റിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത യോവാബിനെ പറ്റി പറയുന്നില്ല. ആ പട്ടികയിൽ അവനെ ചേർത്തിട്ടില്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ യോവാബിനെ ദൈവത്തിന്റെ ആത്മാവ് നിന്ദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ആത്മനിയന്ത്രണം ഇല്ലാത്ത ഒരുത്തനെ ദൈവത്തിന്റെ ആത്മാവ് നിന്ദിക്കും. അതിന്റെ തെളിവ് എന്താണെന്നുള്ളത് 2 ശമൂവേൽ 23:18 ആ ലിസ്റ്റ് പറയുന്നുണ്ട് ആരൊക്കെയാണ് ദാവീദിന്റെ വീരപുരുഷന്മാർ. എന്നാൽ അവിടെ യോവാബിന്റെ സഹോദരനും സെരൂയയുടെ മകനുമായ അബീശായി 3 പേരിൽ തലവനായിരുന്നു. അവൻ തന്റെ കുന്നത്തെ 300 പേരുടെ നേരെ ഓടി അവരെ കൊന്നു. അതുകൊണ്ട് അവൻ മൂവരിൽ വെച്ച് കീർത്തി പ്രാപിച്ചു. എന്നിട്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അവിടെ, അവൻ ബാക്കിയുള്ളവരെക്കാൾ മാന്യനായിരുന്നു. ഇത് നറേറ്റ് ചെയ്യുന്ന ആള് ദൈവത്തിന്റെ ആത്മാവാണെന്ന് നമുക്കറിയാം. ഒരു വ്യക്തിയും എഴുതി വെച്ചിരിക്കുന്ന കാര്യമല്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ വിശുദ്ധ പ്രവാചകന്മാർ എഴുതിയ വാക്യങ്ങളാണ്. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഇത്രയും പവർ ഹംഗ്രിയായിട്ടുള്ള, ഇത്രയും പ്രബലനായിരുന്ന യോവാബിനെ കുറിച്ച് എഴുതിയിരിക്കുക. അവൻ തന്റെ സഹോദരന്റെ അത്രയും മാന്യമുണ്ടായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തനിക്ക് 2 സഹോദരന്മാർ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുമല്ലോ. തന്റെ രണ്ടാമത്തെ സഹോദരനെ പറ്റിയും ഈ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 24-ാമത്തെ വാക്യത്തിൽ, 2 ശമൂവേൽ 23:24 യോവാബിന്റെ സഹോദരനായ അസഹേൽ 30 പേരിൽ ഒരുത്തനായിരുന്നു. യോവാബിന്റെ സഹോദരനായ അസഹേൽ 30 പേരിൽ ഒരുത്തനായിരുന്നു. താൻ എന്താണ് ചെയ്തതെന്നൊന്നും എഴുതിയിട്ടില്ല, എന്ത് വീരപ്രവൃത്തി ചെയ്തതെന്ന് എഴുതിയിട്ടില്ല. പക്ഷെ പേര് പട്ടേജാതുണ്ട്. അവരെയൊക്കെ പരിചയപ്പെടുത്തുന്നത് യോവാബിന്റെ ബന്ധത്തിലാണ് പരിചയപ്പെടുത്തുന്നതെങ്കിലും യോവാബിന്റെ പേര് പട്ടികയിൽ വീരപുരുഷനായിട്ട് പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള വീരപുരുഷന്മാരെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് യോവാബിനെ ഉപയോഗിക്കുന്നത്. കൂടാതെ 37-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പിന്നെയും ദൈവത്തിന്റെ ആത്മാവ് ഈ ആത്മനിയന്ത്രണമില്ലാത്ത വ്യക്തിയെ നിന്ദിക്കുന്നതായിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. ഗാദ്യൻ 37-ാമത്തെ വാക്യം, ഗാദ്യൻ ബാനി സെരൂയയുടെ മകനായ യോവാബിന്റെ ആയുധവാഹകന്മാരായ അമോന്യൻ സെരൂയയുടെ മകനായ യോവാബിന്റെ ആയുധവാഹകന്മാരായ അമോന്യൻ തന്റെ 2 സഹോദരന്മാരെ പറ്റി പട്ടികയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, തന്റെ കേവലം ആയുധവാഹകൻ മാത്രമായിരുന്ന ഒരു വ്യക്തിയെ ഇവിടെ പരാമർശിച്ചുകൊണ്ടാണ്. അവൻ ഇസ്രായേലിൽ പോലുമല്ല, അവനൊരു അമോന്യനായിരുന്നു. അവനെയും ദാവീദിന്റെ വീരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അവനെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം യോവാബിനെ ഇവിടെ മെൻഷൻ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ലിസ്റ്റിൽ യോവാബിന്റെ പേരില്ല. ദൈവം യോവാബിനെ ഒരു വീരപുരുഷനായിട്ട് അംഗീകരിച്ചിട്ടില്ല. കാര്യം വാദം ഉന്നയിക്കാമെങ്കിലും ജലനഗരം പിടിച്ചവരാണെങ്കിലും ദാവീദിന്റെ നഗരമായി തീർന്ന യെരൂശലേം പിടിച്ചവനാണെന്നൊക്കെ പറഞ്ഞാലും, എത്രമാത്രം കൊള്ള കൊണ്ടുവന്നവനാണെന്ന് പറഞ്ഞാലും, എത്ര കാര്യക്ഷമത ഉള്ളവനാണെന്ന് പറഞ്ഞാലും, ആത്മനിയന്ത്രണം ഇല്ലാത്ത ഒരു വ്യക്തി ദൈവത്തിന്റെ പട്ടികയിൽ ഉണ്ടായിരിക്കുകയില്ല. അവൻ അപമാനിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 2 ശമൂവേൽ 23:4 നാം ഇങ്ങനെയാണ് കണ്ടത്, ദൈവഭയത്തോടെ വാഴുന്നവൻ മേഘമില്ലാത്ത പ്രഭാതകാലത്തെ സൂര്യോദയത്തിലെ പ്രകാശത്തിന് തുല്യം, മഴയ്ക്ക് പിമ്പ് സൂര്യകാന്തിയ ഭൂമിയിൽ മുളയ്ക്കുന്ന ഇളം പുല്ലിന് തുല്യം എന്നിങ്ങനെ ദൈവഭയത്തോടെ വാഴുന്ന ഏതൊരു വ്യക്തി ദൈവത്തിന്റെ പട്ടികയിൽ വരും എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ വചനങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിലും നന്മയ്ക്കായിട്ട് നമുക്ക് ദൈവം